ഓം പീതാംബരം കരവിരാജിതശംഖചക്രം കൗമോദകീം സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാളേശമനിശം ഹൃദി ഭാവയാമി പാതാളേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം പൂർണ്ണമായിട്ടും ചർച്ച ചെയ്തതാണ്. ഈ അധ്യായം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാരസംഗ്രഹം, എന്താണ് ആസുരി സമ്പത്ത്, എന്താണ് ദൈവിക സമ്പത്ത്, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ദൈവിക സമ്പത്തോടുകൂടി ജനിച്ചവരും ആസുരി സമ്പത്തോടുകൂടി ജനിച്ചവരുമായിട്ടുള്ള രണ്ട് വിഭാഗത്തിലുള്ള മനുഷ്യരാണ് ഇന്നും ലോകത്തിലുള്ളത്. അപ്പോൾ ദൈവിക സമ്പത്ത് ഈശ്വരവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും മനുഷ്യജന്മം എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിക്കും ആധാരമായിരിക്കുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് ദൈവിക സമ്പത്ത്. അതിൻ്റെ 50% ദൈവാധീനമായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 26 ഗുണങ്ങളുടെ പ്രഭാവത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്നത്. അത് ഈശ്വരനെ വിശ്വസിക്കുന്നവരായാലും അല്ലാത്തവരായാലും എല്ലാവരും ഈ ദൈവിക സമ്പത്തോടു കൂടി 26 ഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർക്ക് ജീവിക്കാൻ സാധിക്കൂ. പക്ഷെ അത് അറിയാതിരിക്കുന്നതിനാണ് ആസുരി ഭാവം നമുക്ക് കൈവരിക. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ദൈവാധീനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ശരീരത്തിന് നാഥനായിരിക്കുന്ന ശക്തി എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയാതിരിക്കുന്നതാണ് ആസുരി ഭാവത്തിന് നമുക്ക് യഥാർത്ഥ കാരണം. അവരാണ് ആസുരി ജനങ്ങൾ. എന്നെ ഭജിക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ അറിവില്ലാത്തവർ. അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് അവർക്ക് ഈശ്വര ശക്തിയാലാണ് അവർ ജീവിക്കുന്നത് എങ്കിൽ ഈശ്വരനില്ല എന്ന് പറയുന്നത് പോലും ഈശ്വര ശക്തി കൊണ്ടാണെന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട് ആ തരത്തിലുള്ളവരെയാണ് ആസുരി സമ്പത്തോടു കൂടി ജനിച്ചവരെന്ന് പറയുന്നത്. അത് തനിക്ക് കിട്ടിയിട്ടുള്ള ഈ കേമത്വത്തിനൊക്കെ കാരണം ഭഗവാനാണെന്നുള്ള ബോധമില്ലാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ അവിദ്യാദി ദോഷം. അപ്പൊ 26 ഗുണങ്ങളാണ് ദൈവിക സമ്പത്ത്. അതൊന്നൊന്നായിട്ട് ഭഗവാൻ പറഞ്ഞു. നിർഭയത്വം, അന്ധകരണ ശുദ്ധി, ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ, ദാനശീലം, ഇന്ദ്രിയ നിയന്ത്രണം, ഈശ്വരാർപ്പണമായും പരോപകാരാർത്ഥമായിട്ടും കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ, ആധ്യാത്മികയിൽ നിത്യമായ പഠനം നടത്തുക, തപസ്, വക്രതയില്ലാതിരിക്കുക, പരപീഡ ചെയ്യാതിരിക്കുക, സത്യദീക്ഷ, ക്രോധമില്ലായ്മ, ത്യാഗമനോഭാവം, അക്ഷോഭ്യത, ആസക്തി ഇല്ലാതിരിക്കൽ, പരദൂഷണം ചെയ്യാതിരിക്കുക, മനസ്സലിവ്, ലജ്ജ, ചാബല്യമില്ലായ്മ, തേജസ്, ക്ഷമ, ധൈര്യം, ദ്രോഹബുദ്ധി ഇല്ലായ്മ, ഞാനെന്ന ഭാവം ഇല്ലാതെ ഇരിക്കൽ. ഇങ്ങനെ 26 ഗുണങ്ങളുടെ വിശദീകരണം ഭഗവാൻ 3 ശ്ലോകങ്ങളിലൂടെ നൽകി. ഇതിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം ആസുരി സമ്പത്തോടു കൂടി ജനിച്ചവരാണ്. അപ്പൊ ഈ രണ്ട് തരത്തിൽ ഉള്ള സ്വഭാവത്തോടു കൂടിയവരാണ് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളടക്കമുള്ളവരുടെ സ്വഭാവം ദൈവിക സമ്പത്തോ ആസുരി സമ്പത്തിനോ അർഹനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ദൈവിക സമ്പത്തോടു കൂടി ജനിച്ചവർക്ക് അതെങ്ങനെ ആർജിക്കണം എന്നൊക്കെ ഭഗവാൻ ഇതുവരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞു. നിർമ്മാനമോഹാജിത സംഘദോഷ ആധ്യാത്മനിത്യ വിനിവർത്തകാമക ദുന്ദൈർമുക്ത സുഖദുഃഖ സഞ്ജയ് ഗച്ഛന്റെ മൂഢപദം അവ്യം തത്. ഈ ശ്രേഷ്ഠമായ പദമാണ് ദൈവിക സമ്പത്തിനെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയ്ക്കാണ് ശ്രേഷ്ഠമായ പദം അഥവാ പരമപദം, ബ്രഹ്മപദം, അനായസന ജീവിതം എന്നൊക്കെ പറയുന്നത്. ഈ ദൈവിക സമ്പത്ത് 26 ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാൻ സാധിച്ചാൽ അതാണ് ഈശ്വര സാക്ഷാത്കാരം. അവിടെയാണ് ജീവൻ മുക്ത ഭാഗം. നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടുകയോ ഒന്നിനെ ആശ്രയിക്കേണ്ടയോ ഈ ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനെയും ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കും. സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ദുഃഖിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് അവർക്ക് സന്തോഷത്തെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യ ശക്തി യൂട്ടിലൈസേഷൻ നടക്കേണ്ടത് ഈ ഒരു ഭാവത്തിലാണ്. ഇത് ഏതൊരു മനുഷ്യനും ആർജിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് അനായാസന് ജീവിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് നിലനിർത്തിക്കൊണ്ടു പോയാൽ ശരീരം ത്യജിക്കുന്ന സമയത്തും ഒരാശുപത്രിയിലും പോയി കിടന്ന് മൂക്കിലും വായിലും ട്യൂബ് കയറ്റി നമുക്ക് കാണാൻ ആഗ്രഹമുള്ളൂ, കേൾക്കാൻ ആഗ്രഹമുള്ളൂ, കഴിക്കാൻ ആഗ്രഹമുള്ളത് ഒക്കെ യഥാവിധി സാധിക്കാൻ പറ്റാതെ ശ്വാസം മുട്ടി മരിക്കാൻ ഇടവരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ദൈവിക സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്. അത് ഭക്തിയിലൂടെ യോഗക്ഷേമമായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനും ഭഗവാൻ പറഞ്ഞു, അനന്യ ചിന്തയന്തോ മാമേ ജനാ പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യം.
മറ്റൊരു ചിന്ത കൂടാതെ ബാക്കി ഭൗതിക കാര്യങ്ങൾ ഒന്നും ഉപേക്ഷിക്കേണ്ട, പക്ഷെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈശ്വരനെ അനന്യമായിട്ട് ഭജിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നിങ്ങളിലൂടെ തന്നെ നോക്കി നടത്തുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ അന്ധകരണ ശുദ്ധി വന്ന ഭക്തന്റെ ലക്ഷണവും. അത് സാധിക്കാതിരുന്നാൽ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പോലും യഥാർത്ഥ ഈശ്വരനെ മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ ഈശ്വരഭാവത്തിൽ അനന്യമായിട്ട് ഈശ്വരനെ ഭജിക്കാൻ സാധിക്കാതെ വരും. ഈ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും ഒക്കെ ഭക്തിമാർഗത്തിൽ തന്നെ ആദ്യത്തെ മാർഗങ്ങൾ മാത്രമാണ്. അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ, തൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി, ഞാൻ ഭക്തനാണെന്നുള്ള പ്രകടഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ അതൊക്കെ ആസുരി സമ്പത്തിന്റെ പ്രഭാവമാണ്. അപ്പോൾ നമ്മൾ ഈ പൊതുവേ മനുഷ്യരിൽ രജോഗുണം തമോ ഗുണം ഉള്ളതായതുകൊണ്ട് ഈ ഭക്തിമാർഗത്തിൽ പോലും നമ്മൾ നിർബന്ധ ബുദ്ധിയാൽ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിൽ ശാസ്ത്രവിധി പ്രകാരം എന്തെങ്കിലും അനുഷ്ഠിച്ചാലും അതൊക്കെ തൻ്റെ കേമത്വം കാണിക്കാൻ വേണ്ടിയിട്ടും ഇല്ലെ ഫലസിദ്ധി ആഗ്രഹിച്ചുകൊണ്ട് അവിശ്വസിദ്ധിക്കായിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ നമ്മുടെ യഥാർത്ഥ ഭക്തിമാർഗം അല്ല എന്ന് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ തൻ്റേതായ എന്തൊക്കെ നേടിയാലും വേണ്ട, ഭഗവാൻ 3 ശ്ലോകത്തിലൂടെ അതും വിശദീകരിച്ചിട്ടുണ്ട്. ഇതമധ്യാമയാലപ്തം ഇവം പ്രാപ്സ്യസേ മനോരഥം ഇതമസ്ഥിതി അഭിഭവിഷ്യതി പുനർധനം അസോമയ ഹതശത്രും ഹനിഷേ ചാപരാന്യപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി അഠ്യോ അഭിജാനസ്മക്കി കോ അന്യോ സദൃശ്യോ മയ ഏഷ്യേദാസാമി മോദിഷേ ജ്ഞാനവിമോഹിത എന്നൊക്കെ 3 ശ്ലോകത്തിലൂടെ ഭഗവാൻ ആസുരി സമ്പത്തിന്റെ അതിൻ്റെ യഥാർത്ഥ പ്രകടഭാവം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഞാൻ ഇത് നേടി, ഇനിയും ഞാൻ പലതും നേടും, ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആസ്തികൾ എൻ്റെ കയ്യിലുണ്ട്, ഇനിയും ഞാൻ പലതും നേടും, ഞാൻ ഇന്നവരെയൊക്കെ ദ്രോഹിച്ച വക്രബുദ്ധിയോടാണ് ഇത് നേടിയത്, ഇനിയും ഞാൻ അതുപോലെയൊക്കെ ചെയ്യും, ഞാൻ പ്രഭുവാണ്, ഞാൻ ആഢ്യനാണ്, ഞാൻ നേട്ടം ഉണ്ടാക്കിയവനാണ്, ഞാൻ ശക്തനും സുഖിയുമാണ്, ഞാൻ കുലീനനാണ്, എനിക്ക് തുല്യനായിട്ട് മറ്റാരുമില്ല, ഞാൻ യാഗം ചെയ്യും, യജ്ഞം ചെയ്യും, ഞാൻ പൂജ ചെയ്യും, ഈ പൂജ ചെയ്യും, ഇല്ല ഇന്ന സ്ഥലത്തൊക്കെ ഞാൻ പോകും, അവിടെയൊക്കെ തീർത്ഥാടനം നടത്തി, ഇനിയും ഞാൻ തീർത്ഥാടനത്തിനിടങ്ങി, ഇങ്ങനെയുള്ള ഭാവങ്ങളിലൂടെ ഭക്തിയുടെ പ്രകടന ഭക്തി കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആസുരീ ഭാവത്തിൽ നിന്നുണ്ടാകുന്ന സ്വഭാവങ്ങളാണ്. ഇതും മനുഷ്യരുടെ ഇടയിൽ നമുക്ക് തിരഞ്ഞാൽ നമുക്ക് ഇവരെ ഒക്കെ ഈ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നാൽ തന്നെ, തിരക്കുള്ള ഒരു ക്ഷേത്രത്തിൽ ഗുരുവായൂരൊക്കെ പോയിരുന്നാൽ തന്നെ ഇതിൻ്റെ പ്രകടഭാഗം നമുക്ക് അനുഭവിച്ച് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാപസക്ത കാമഭുകേഷു പദന്തി നരകേശു. ഇത്തരത്തിൽ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും ഈശ്വര ഭക്തി കൊണ്ട് നടക്കുന്നവർക്ക് പോലും അവരൊക്കെ അധോ ജന്മത്തിലേക്ക് പോകാനിട വരും. കാരണം എന്താ? അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രകടന ഭക്തി കൊണ്ട് ഒരിക്കലും അന്ധകരണ ശുദ്ധി ഉണ്ടാവില്ല. അപ്പൊ ഈ ചെയ്യുന്ന പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥങ്ങളായിട്ട് ഭവിക്കും. അപ്പൊ 100 യാഗങ്ങൾ വരെ ചെയ്തിട്ടുള്ള ചിത്രകേതുവിന്റെ കഥയൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ ഭൂലോകം മുഴുവൻ ദർഭപുല്ലും വിരിച്ച് അതിനെ ദർഭപുല്ലുകൊണ്ട് പൊതിയാൻ തക്കവണ്ണം യാഗം നടത്തിയ ആളെന്നാ പറയണത് ചിത്രകേതുവൊക്കെ. അപ്പൊ ഇത്തരത്തിലൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് എന്നിട്ട് നാരദര് പോയിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, ഇതുകൊണ്ട് അന്ധകരണ ശുദ്ധി നേടാൻ സാധ്യമല്ല. ഈ പശുക്കളെ വരെ കൊന്നിട്ട് ഹീനകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ബലിതർപ്പണം നടത്തിയിട്ട് മനുഷ്യരെ നരബലി വരെ നടത്തിയിരുന്ന ഒരു സംസ്കാരം മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെ ചെയ്തിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും ശാസ്ത്രവിധി പ്രകാരം ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ മറ്റ് ജീവജാലങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന യാഗങ്ങളൊന്നും ഇല്ലെങ്കിൽ യജ്ഞങ്ങളൊന്നും ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്നതല്ല. അതൊരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഹിംസയുടെ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും അങ്ങക്ക് ഒരിക്കലും യഥാർത്ഥ മാർഗത്തിലെത്താൻ സാധിക്കില്ല എന്നൊക്കെ ഭാഗവതത്തിൽ തന്നെ ചിത്രകേതുവിന് നാരദർ പോയിട്ട് ഉപദേശങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിഷയാഭിലാഷങ്ങളിലൂടെ പിൻപേ പോകുന്ന മനസ്സ് ചഞ്ചലവും പരിഭ്രാന്തവുമായിരിക്കും. അവർക്കൊരിക്കലും ശാന്തിയോ സംതൃപ്തിയോ സ്വസ്ഥതയോ അനുഭവിക്കുകയില്ല. അതിൻ്റെ ഭാവിയും പരിതാപകരമായിരിക്കുമെന്ന് ഇവിടെ വ്യക്തമായിരിക്കുന്നു. ഈ ഭക്തിമാർഗത്തിൽ തന്നെ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങളുടെയൊക്കെ പരിണിതഫലം അവർക്ക് ഒരിക്കലും ശാന്തിയും സമാധാനവും ആ സ്ഥലങ്ങളിൽ തീർത്ഥസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ പോലും അവർക്കുണ്ടാവില്ല. ബാക്കി പുറത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഭക്തിയാണ് ഇവിടെ പറയുന്നത്. അത് വേദവൈഗീത മാർഗങ്ങൾ ശാസ്ത്രങ്ങൾ അനുസരിച്ചുകൊണ്ട് ചെയ്താൽ പോലും അതൊന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്നതല്ല എന്ന് പറയാൻ കാരണം, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നില്ല എങ്കിൽ താൽക്കാലികമായിട്ടുള്ള സുഖത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ശാന്തിയല്ല ഉദ്ദേശിക്കുന്നത്.
അപ്പൊ യഥാർത്ഥത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞല്ലോ, അന്ധക്കരണ ശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങൾ പോലും വിഫലമായി ഭവിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് വിവേകമുണ്ടാകണം. വിവരം മാത്രം പോരാ, പുസ്തകജ്ഞാനം മാത്രം പോരാ, ശാസ്ത്രജ്ഞാനം മാത്രം പോരാ. ആ വിവേകമാകണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോഴും ചെയ്തിട്ടുണ്ടാകുന്ന കർമ്മത്തിന്റെ ഗതി അനുസരിച്ച് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതാണ് വിവേകം എന്ന് പറയുക. അതാണ് വിശേഷജ്ഞാനം എന്നും വിശേഷജ്ഞാനത്തെ പറ്റി വിശദീകരിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പുസ്തകജ്ഞാനം കൊണ്ട്, ശാസ്ത്രജ്ഞാനം കൊണ്ട് ഇപ്പൊ ഗീതയിലൂടെ പഠിച്ച കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കിയിട്ട് അത് യുക്തിസഹജമായിട്ട് ചിന്തിച്ച് ഞാൻ എങ്ങനെ നടപ്പാക്കണമെന്ന് പ്രായോഗിക തലത്തിൽ നടപ്പാക്കിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവജ്ഞാനം, അതിലെ ഗുണദോഷങ്ങളൊക്കെ വകതിരിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ കർമ്മങ്ങൾ അത്തരം പ്രകാരം ചെയ്യുമ്പോൾ. അപ്പൊ അത്തരത്തിൽ ചെയ്ത വിഷയാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ അത് ശ്രേഷ്ഠത അല്ലെങ്കിൽ വിശേഷജ്ഞാനം, അനുഭവജ്ഞാനം, എന്താണ് ഗുണം, എന്താണ് ദോഷം, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർമ്മത്തിന്റെ ഗതി അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കണം. അതില്ലാതെ വിഷയാഭിലാഷങ്ങളുടെ പിൻപേ പായുന്ന മനസ്സ് സദാ ചഞ്ചലവും പരിഭ്രമവുമായിരിക്കും. അവർക്ക് ഒരിക്കലും ശാന്തിയോ സമാധാനമോ ലഭിക്കുന്ന പ്രശ്നമില്ല. ഇത് സ്വയം ഇത്തരത്തിലൊന്ന് ചെയ്ത് നമ്മൾ വിഷയാഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരഭക്തിയിൽ ചിന്തിക്കുമ്പം അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ നമുക്ക് തൃപ്തി തരുന്നുണ്ടോ? ഇതാണ് അനുഭവജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ ശാശ്വതമായ ശാന്തിയും സമാധാനവും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം വച്ചിട്ട് ആ പ്രശ്ന വിധി പരിഹാരങ്ങൾ ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് തന്നെ പ്രശ്നമായി തീരുന്നുണ്ടെങ്കിൽ അത് ആണ് വിഷയാഭിലാഷങ്ങളിലുള്ള ശാന്തിയും സമാധാനവും ഇല്ലാതെ വരുന്നു പറഞ്ഞതിൻ്റെ കാര്യം. അപ്പൊ അതിന്റെ പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ശാന്തി, കാരണം യഥാർത്ഥത്തിലുള്ള ശാന്തി മാർഗം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് പ്രശ്ന പരിഹാരമില്ല എന്ന യഥാർത്ഥ ജ്യോതിഷം തന്നെ പറയുന്നു. പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമില്ല. കാരണം എന്താ? നമ്മൾ പൂർവജന്മാർജിതമായിട്ടുള്ള ചെയ്തു വച്ചിരിക്കുന്ന കർമ്മത്തിന്റെ ഫലങ്ങളാണ് നന്മയോ തിന്മയോ ആയിട്ടുള്ളത് അനുഭവിക്കുക. അത് മാറ്റിവെക്കാൻ പറ്റുമോ? അതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ? അപ്പൊ അഥവാ ഇനി പരിഹാരം കാണാമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചാർത്തുണ്ടാക്കിയിട്ട് അതനുസരിച്ചുകൊണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ തന്നെ അതിൽ നിന്ന് ശാന്തിയും സമാധാനവും കിട്ടില്ല എന്ന് മാത്രമല്ല, അത് തന്നെ ഒരു പ്രശ്നമായി തീരും. കാരണം എന്താ? ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയിട്ട് പ്രശ്നം വയ്ക്കണമെങ്കിൽ അതിനും പൈസ ചെലവുണ്ട്. അത് പരിഹാരം ചെയ്യാൻ പോകണമെങ്കിൽ അതിന് ഇരട്ടി ചെലവുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്, വിഷയ അഭിലാഷങ്ങളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിഹരിച്ച് തരാമെന്ന് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞാൽ അതുകൊണ്ട് മനസ്സ് സദാ ചഞ്ചലമായിരിക്കും, പരിഭ്രാന്തവുമായിരിക്കും. അതിൽ നിന്ന് ശാന്തിയോ സമാധാനമോ സംതൃപ്തിയോ ഒരിക്കലും ലഭിക്കുന്നതുമല്ല. അതുകൊണ്ട് ഇതിനൊക്കെ പുറമെ ചിലരൊക്കെ തന്നെത്താൻ പൂജിക്കുന്നവരുണ്ട്. അതൊക്കെ ഉദ്ധവ ആസുരി ഭാവത്തിന്റെ മൂർധന്യഭാവത്തിലിരിക്കുന്ന എന്നെ തന്നെ പൂജിച്ചാൽ മതി, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതും പ്രകടന ഭക്തിയുടെ ഒരു പ്രഭാവമാണ്. നമ്മളെല്ലാം കേവലം നിമിത്തം മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഈ ശരീരമാധ്യം കലു ധർമ്മസാധനം, ധർമ്മത്തെ, ദൈവിക സമ്പത്തിനെ ആർജിച്ചുകൊണ്ട് അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തോന്നിവാസം ജീവിക്കാനല്ല. അപ്പൊ തോന്നിവാസം ജീവിച്ചാലോ എന്തൊക്കെയോ ശാസ്ത്രവിധി പ്രകാരമാണ്, അല്ലെങ്കിൽ യജ്ഞത്തിന്റെ പേരില്, യാഗത്തിന്റെ പേരില്, പൂജയുടെ പേരില്, ഭക്തിയുടെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം. അപ്പൊ യഥാർത്ഥമായ യജ്ഞഭാവന പോലും, യജ്ഞഭാവനയോടുകൂടെ ഒരു അന്നദാനം തന്നെ നടത്തുന്നത് യജ്ഞഭാവന ഇല്ലാതെ അന്നദാനം നടത്തിയ യഥാർത്ഥ ഫലം ലഭിക്കില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഞാൻ എത്ര പേർക്ക് അന്നദാനം നടത്തി, ഇല്ലെങ്കിൽ ഇത്ര പേർക്ക് നടത്തി എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ എഴുതി വെച്ച് കാണിക്കുന്നതൊക്കെ അത് യഥാർത്ഥ യജ്ഞഭാവനയല്ല. അപ്പൊ കേമത്തം കാട്ടുന്നതിനോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും യജ്ഞമാവില്ല, വെറും കാട്ടിക്കൂട്ടലേ ആകൂ. അപ്പൊ ആസുരി പ്രകൃതികൾക്ക് ഇത്തരം കാട്ടിക്കൂട്ടൽ ആയിരിക്കും താല്പര്യം. ആസുരി സ്വഭാവത്തെ യഥാർത്ഥ ഭക്തി ഇല്ലാത്തവർ ഇത്തരത്തിലൊക്കെ ആയിരിക്കും കാട്ടിക്കൂട്ടുന്നത് എന്നർത്ഥം. അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ പരിസരങ്ങളിൽ തന്നെ, ക്ഷേത്രങ്ങളിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ പുണ്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് വരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതൊക്കെ ഗീത പഠിച്ചിട്ട് പോയാലേ അതേപ്പറ്റി ആ ഭാവം, നമ്മുടെ കാഴ്ചപ്പാട്
യഥാർത്ഥത്തിൽ അത് തന്നെ അനുഭവജ്ഞാനമായിട്ട് മാറും. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രൗണ്ടിൽ ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കും, ഇത് പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ മനസ്സിലാക്കണം എന്നർത്ഥം. നമുക്ക് വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, നിങ്ങൾ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലോ അതുപോലുള്ള ഭക്തർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങള് ഒന്ന് ഗുണദോഷങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിയിട്ട് ഇതിന്റെ ഗുണദോഷങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. അങ്ങനെയും നമുക്ക് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണല്ലോ കാട്ടിക്കൂട്ടുന്നത്, നമുക്ക് പ്രത്യക്ഷത അറിയാൻ പറ്റും. ഒരു ക്ഷേത്രത്തിൽ പോയാൽ തന്നെ, ഇപ്പോൾ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു പുനരുദ്ധാരണം നടക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ പോയിട്ടിനെ ചില കല്ലിന്റെ മുകളിൽ തന്നെ ഇന്നയാൾ സമർപ്പിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ വ്യക്തി പറഞ്ഞിട്ടില്ല എൻ്റെ പേര് എഴുതി വെക്കണം, എന്നാലേ ഞാനിത് ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള കേമത്വം കാണിക്കല് യഥാർത്ഥ യജ്ഞഭാവന എന്നല്ല. നമ്മുടെ പേരും പ്രശസ്തിയും കേമത്വവും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് വരെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് യജ്ഞഭാവനയോട് ആയിരിക്കില്ല. എൻ്റെ പേര് പുഷ്പാഞ്ജലി നടത്തിയിട്ട് അതെങ്ങനെ യജ്ഞഭാവന വരിക? നമ്മൾ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് എണ്ണാത്ത മണം കൊണ്ട് സമർപ്പിക്കുക, പേരും പ്രശസ്തിയും വേണ്ട, ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതാരാ ഇട്ടതെന്ന് പോലും ആർക്കും അറിയാൻ പറ്റില്ല. അത് നമ്മുടെ അന്ധകരണ നിഷ്കളങ്ക ഭാവം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ നിഷ്കളങ്കമായ ഭക്തിയുടെ പ്രകടന ഭാവമാണ്. അല്ല, ചീട്ടാക്കിയിട്ട് റെസീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഭണ്ഡാരത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആരാ റെസീറ്റ് തരാം നമുക്ക്? നിങ്ങൾ എത്ര പണം ഇട്ടെന്ന്, ആര് എത്ര ഇട്ടെന്ന് എവിടെയെങ്കിലും കണക്കുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എണ്ണാത്തത് സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കണം. അതുകൊണ്ട് എന്നെ സമീപിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എണ്ണാത്ത പണം സമർപ്പിക്കും. ഒരിക്കലും ഭണ്ഡാരത്തിലിടുമ്പോൾ പോലും എണ്ണീട്ട് ഇന്നത് പുഷ്പാഞ്ജലിക്ക് കഴിയുമ്പോൾ അതിന്റെ ചാർജൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ കൊടുക്കാം. അത് നാളും പേരും പറഞ്ഞ് ചീട്ടാക്കിയിട്ട് ആ റെസീറ്റ് കിട്ടണം എന്ന് മാത്രമല്ല, അതിന്റെ റെസീറ്റ് നമ്മൾ വാങ്ങും. പിന്നെ തിരുമേനിയുടെ അടുത്ത് പോയിട്ട് അതിന്റെ പ്രസാദവും വേണം പറയും. പ്രസാദം കിട്ടിയില്ലെങ്കിൽ ദുഃഖിക്കാൻ ഇടവരും ചെയ്യും. അത് തന്നെ ദുഃഖത്തിന് കാരണമായി. ദുഃഖം തീരാൻ വേണ്ടിയിട്ട് വഴിപാട് കഴിച്ചിട്ട് പ്രസാദം കിട്ടില്ല എന്നുള്ള പേരിൽ പരാതിയും കുറ്റവും പറയാൻ ഇടവരും. ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും പ്രകടന ഭക്തിയാണ്, അത് പ്രത്യക്ഷ ഭക്തിയല്ല. നമുക്ക് യഥാർത്ഥത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞ യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം ഭഗവാൻ പറഞ്ഞല്ലോ, പ്രസാദയെ സർവ്വദുഃഖാനാം ഹാനിരസ്യോപജായതേ. ഇതെല്ലാം ചെയ്യുമ്പോൾ ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണം. അത് ഇലയിൽ കിട്ടുന്ന പൂവും പ്രസാദമല്ല. അത് കിട്ടിയില്ലെങ്കിൽ തന്നെ അതിനെപ്പറ്റി ദുഃഖിക്കാനോ പരാതി പറയാനോ കുറ്റം പറയാനോ പോകാനല്ല. ഒരു വഴിപാട് തന്നെ കഴിച്ചിട്ട് അതിന്റെ പ്രസാദം കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടില്ല, സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ, നിങ്ങൾ കഴിക്കാനുള്ളപ്പോൾ തന്നെ യജ്ഞഭാവനയായി അത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ കാട്ടിക്കൂട്ടലുന്ന എന്തെങ്കിലും പ്രകൃതികൾ നമ്മൾ ഭക്തിഭാവത്തെ ക്ഷേത്രത്തിൽ പോലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആസുരീഭാവത്തിന്റെ പ്രകടന ഭാവമാണ്. അപ്പൊ അത്തരം പ്രകൃതികൾ ഇത്തരം കാട്ടിക്കൂട്ടലായിട്ട് മാറും. അത് ഈശ്വരപ്രീതിക്ക്, ഈശ്വരന്റെ പ്രസാദം കിട്ടുന്ന പ്രശ്നമില്ല. ഒരുപക്ഷെ നിങ്ങൾ പരാതിയും കുറ്റമൊക്കെ പറഞ്ഞാലോ ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ പ്രസാദം കിട്ടിയെന്നിരിക്കും കൃത്യമായിട്ട്. പക്ഷേ ആ പ്രസാദം അല്ല നമുക്ക് കിട്ടേണ്ടത്, ഭഗവാന്റെ പ്രസാദമാണ്. ആ പ്രസാദം കിട്ടിയാലാണ് ദുഃഖരഹിതമായ ജീവിതം നയിക്കാൻ സാധിക്കും. അതാണ് ഭഗവാൻ അവിടെ ഉദ്ദേശിച്ചത്, പ്രസാദയെ സർവ്വദുഃഖാനാം ഹാനിരസ്യോപജായതേ. ഭഗവാന്റെ പ്രസാദം കിട്ടിയാൽ സകല ദുഃഖങ്ങളിൽ നിന്ന് മോചനം. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നവരുടെയോ കൂട്ടത്തിലുള്ളവരുടെയോ ഇല്ലെങ്കിൽ ഒരു തിരുമേനിയുടെയോ പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദം അല്ല ആ പ്രസാദം. ഇലയിൽ കിട്ടുന്ന പ്രത്യക്ഷ പ്രകടന ഭക്തിയുടെ പ്രസാദമല്ല അത് ഈശ്വരന്റെ മനഃപ്രസാദമാണ്. അത് ലഭിച്ചാലാണ് യോഗക്ഷേമമായിട്ട് നമുക്ക് ദുഃഖരഹിതമായ അനുഭവമായിരിക്കും ഏറ്റവും വലിയ യോഗക്ഷേമം, ദുഃഖരഹിതമായ ജീവിതമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാട്ടിക്കൂട്ടലൊക്കെ അവസാനിപ്പിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചാൽ അധോ ജന്മത്തിലേക്ക് പോകും. അധോഗതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മറ്റ് പക്ഷിമൃഗാദികളുടെയോ സ്ഥാവരങ്ങളോ ഒക്കെ ആയിട്ട് ജനിക്കാനിട വരും. അതൊന്നും നമ്മൾ അറിയില്ല എന്ന് മാത്രം. അപ്പൊ മനുഷ്യധാമന്മാർക്ക് വീണ്ടും വീണ്ടും നികൃഷ്ടാവസ്ഥയിൽ തന്നെ ജനിക്കേണ്ടി വരുമെന്ന് താല്പര്യം. നമ്മളൊക്കെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമെങ്കിലും ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആസുരീ യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാം പ്രാപ്തൈവ കൗന്ദേയ തഥൂയാദി തമാംഗതി അന്ത്യ തമാംഗതി എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അല്ലയോ അർജുന, ആസുരീ യോനിയെ പ്രാപിച്ച മൂഢന്മാർ ജന്മം തോറും എന്നെ പ്രാപിക്കാൻ കഴിയാതെ തന്നെ അതിലും അധമമായ ഗതിയെ പ്രാപിക്കാൻ ഇടവരും. അതായത് ആസുരീ പ്രകൃതികളുടെ ഈ അധോഗതി സാവര ജംഗമങ്ങൾ വരെ ആകാമെന്ന് കഠോപനിഷത്തിൽ തന്നെ വ്യക്തമായ സൂചനയുണ്ട്.
അപ്പം നിരന്തര ജീവിതകാലത്ത് നിരന്തരമായ സംസ്കാരം നമ്മൾ എന്തിലൊക്കെ അറ്റാച്ച് ചെയ്ത് ഉണ്ടാക്കുന്നുവോ അതനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ അന്ത്യകാലത്തും ആത്മാവിന്റെ ഗതി പോവുക. അപ്പൊ അത് ഏതൊക്കെ എന്തിലൊക്കെയാണ് കർമ്മബന്ധനം ഉണ്ടാക്കുന്നത്, എന്തിനോടൊക്കെയാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത്? മക്കളോടാണെങ്കിൽ മക്കളോട് കൂടി വീണ്ടും ജീവിക്കാൻ തക്കമുള്ള ശരീരത്തോടു കൂടി വരും. സമ്പത്തിനെയാണ് മോഹിച്ചതെങ്കിൽ ആ സമ്പത്തിനെ അനുഭവിക്കാൻ തക്കമുള്ള ശരീരം വരും. ഇല്ല, മറ്റ് ജീവജാലങ്ങളുമായിട്ട് മമതാബന്ധം കൂടുതലും ഉണ്ടാക്കി ഇനി ഞാൻ പോയാൽ ഇവരെയൊക്കെ ആര് നോക്കും എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ ആ ജന്മത്തിലേക്ക് വരെ പോകും. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തികൾ പോലും ഉപയോഗിക്കുന്നത് യഥാവിധി ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മുടെ പരാബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മരിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് മാന്യം ഭവിച്ച് ജനിക്കാനിട വരും. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ണ്, മൂക്ക്, ചെവി ഇതിനെയൊക്കെ യഥാവിധി യൂട്ടിലൈസ് ചെയ്തില്ല, അതിനെയൊക്കെ മാന്യഭവിപ്പിച്ചാണ് ജീവിതകാലം നയിച്ചതെങ്കിൽ പിന്നെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ജനിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ അധോ ജന്മം എന്ന് പറയാം. മനുഷ്യജന്മത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ കയ്യും കാലും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാതിരിക്കുക, കണ്ണില്ലാതെ ജനിക്കുക, ബധിരനായിട്ട് ജനിക്കുക, ബുദ്ധിക്ക് മാന്യം വന്ന് ജനിക്കുക, ഇതൊക്കെ അധോ ജന്മമാണ് മനുഷ്യജന്മത്തിൽ തന്നെ. ഇനി ഇതിലും അധപ്പതിപ്പിക്കുന്ന അവസ്ഥയാണ് പക്ഷിമൃഗാദികളായിട്ട് ജനിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ, കാരണം നമുക്ക് അതിനൊന്നും വിഷമമില്ല. നമുക്ക് ഏത് ജന്മത്തിലേക്കും സംസ്കാരം വളർത്തിയിട്ട് അതിലേക്ക് പോവാം, അറ്റാച്ച്ഡ് ചെയ്യാം. കാരണം 84 ലക്ഷം തരം ഈ പറയുന്ന സ്ഥാവര ജംഗമങ്ങളൊക്കെ ആയിട്ട് ജനിച്ച് പരിണാമങ്ങൾക്ക് വിധേയമായി പ്രകൃതിയുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് മനുഷ്യ ശരീരം കിട്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എല്ലാ എസൻസും നമ്മൾ അതിന്റെയൊക്കെ വാസനാപരവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഈ ജനിതക രഹസ്യത്തിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനോട് ഏതിനോടെങ്കിലും നമ്മൾ ഈ ജന്മങ്ങളെല്ലാം ശരീരം എടുത്തു വന്നിരിക്കുന്നതാണ്. ഈ 84 ലക്ഷം തരം ജീവജാലങ്ങളുടെയും ശരീരം എടുത്തു വന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ ജന്മവാസനയും കർമ്മവാസനയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും, ജനിതകത്തിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലേതെങ്കിലും ജീവികളായിട്ടോ ഏതെങ്കിലും കർമ്മങ്ങളുമായിട്ടോ അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ അതിലേക്ക് തിരിച്ചു പോകാൻ ഒരു വിഷമവും ഇല്ല എന്നാണ്. അപ്പോൾ പുരുഷൻ മനുഷ്യനായിട്ട് ജനിച്ചാൽ തന്നെ ഈ പരിണാമങ്ങൾക്ക് വിധേയമാകും. പുരുഷനോപേക്ഷനൊക്കെ വായിക്കണം. പുരുഷൻ സ്ത്രീയായിട്ടും സ്ത്രീ പുരുഷനായിട്ടും ഒക്കെ മാറും മനുഷ്യജന്മത്തിൽ തന്നെ. അപ്പൊ പുരുഷജന്മം കിട്ടിയിട്ടും സ്ത്രീകളെ പീഡിപ്പിച്ചോ സ്ത്രീകളെ വേദനിപ്പിച്ചോ ഇല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ പുരുഷൻ എന്ന ശരീരം മാറിയിട്ട് സ്ത്രീ ശരീരമായിട്ട് മാറും. ഇനി സ്ത്രീയായിട്ട് ജനിച്ചിട്ടും പുരുഷന്മാരുടെ പിന്നാലെ നടക്കുകയും പുരുഷന്റെ സ്വഭാവം കാണിക്കുകയും തുല്യ പദവി വേണമെന്ന് പറഞ്ഞ് അത് കൂടുതൽ പുരുഷ സ്വഭാവത്തിലേക്ക് പോയാൽ അടുത്ത ജന്മത്തിൽ സ്ത്രീയുടെ ശരീരം വിട്ടിട്ട് പുരുഷ ശരീരം ശ്രമിക്കും. അപ്പൊ നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ പോലും ഭാര്യ ഭർത്താവായിട്ടോ ഭർത്താവ് ഭാര്യയായിട്ടോ ഒക്കെ ജനിക്കാം. ഇത് ഞാൻ വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ നമുക്ക് ശരിക്കും അനുഭവത്തിലെത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതിന് എത്ര ജന്മങ്ങൾ വേണ്ടി ഒരു ശാസ്ത്രം ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. അതാണ് ഈ അധോ ജന്മം എന്ന് പോകാൻ ഇവിടെ പറയാൻ കാരണം. നമ്മുടെ മനുഷ്യ ജന്മം കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 3 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ജന്മത്തെ മനുഷ്യ ജന്മത്തിലൂടെ വിശേഷ ബുദ്ധി കൊണ്ട് അതിനെ ഉയർച്ചയിലേക്ക് എത്തിക്കാം, അതിനെ തൽസ്ഥിതി നിലനിർത്താം, അതിനെ അധപ്പതിപ്പിക്കാം. ഈ അധപ്പതിനെ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന സംഗതിയാണ്. കാരണം തൽസ്ഥിതി നിലനിർത്തിയാൽ തന്നെ ശ്രേഷ്ഠമാണ്. മനുഷ്യജന്മം തന്നെ 84 ലക്ഷം സർക്കിൾ കടന്നു വന്നിട്ട് ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ദിവ്യമായ ജന്മമാണ്. അപ്പൊ അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അധപ്പതിപ്പിക്കാതെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇതിന്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ ജീവിതം നയിച്ചാൽ തന്നെ മനുഷ്യജന്മം തന്നെ കിട്ടും, മന്വന്തര അവസാനം വരെ എന്നൊക്കെ ഗീതയിൽ മഹാത്മ്യം പറയുമ്പോൾ പറഞ്ഞല്ലോ. ഗീതാശാസ്ത്രത്തെ യഥാവിധി പഠിക്കുകയും അത് ചിന്തിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്നവർക്ക് മന്വന്തര അവസാനം വരെയെങ്കിലും മനുഷ്യജന്മം തന്നെ തുടരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നത് ഈ ശ്രേഷ്ഠമായ ജന്മത്തെ അധപ്പതിപ്പിച്ച് കളയരുത്. ഇതേപോലെ തന്നെയാണ് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളും ജന്മം എടുക്കുന്നത് നമ്മുടെ സ്വഭാവ ഗുണത്തിന്റെ വേരിയേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് ശൂദ്രന്റെ സ്വഭാവം കാണിച്ച് അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി അത്തരത്തിലൊക്കെ ജീവിച്ചാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചയാൾ ശൂദ്രകുലത്തിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇനി ശൂദ്രകുലത്തിൽ ജനിച്ചയാൾ ബ്രാഹ്മണനുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിന്നാൽ അവന് ശ്രേഷ്ഠമായ ജന്മം ഉണ്ടാക്കാൻ സാധിക്കും. ബ്രാഹ്മണന്റെ സ്വഭാവം കാണിക്കുകയും അവന്റെ ജീവിത രീതി പഠിക്കുകയും ആ സംസ്കാരം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ ശൂദ്രനായിട്ട് ജനിച്ചയാൾക്ക് ബ്രാഹ്മണ കുലത്തിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ആകാം. അപ്പൊ ആരോ പറയുന്ന കേട്ടു, ഒരു സെലിബ്രിറ്റി തന്നെ പറയുന്ന കേട്ടു, അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിച്ചത് കേട്ടില്ല.
അപ്പം ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പം ബ്രാഹ്മണനായിട്ട് ജനിച്ചയാള് കൃഷിയും ബിസിനസിന്റെയും പിന്നാലെ നടന്നാലോ അവൻ അടുത്ത ജന്മത്തിൽ വൈശ്യനായിട്ട് ജനിക്കും. അവൻ കൃഷിക്കാരനായിട്ടോ ഇല്ലെങ്കിൽ ബിസിനസ്സുകാരനായിട്ടോ ഒക്കെ ജനിക്കാനിട വരും. അതേ വൈശ്യൻ ബ്രാഹ്മണന്റെ സ്വഭാവം കാണിച്ചാലോ അതായത് നമുക്ക് നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളൊന്ന് നിത്യമായിട്ട് ഒരേ കാര്യം, ഇപ്പം നമ്മൾ ദിവസവും ഒരു സമയത്ത് ഭക്ഷണം കഴിച്ച് ശീലമാക്കിക്കൊള്ളൂ. നിങ്ങൾക്ക് ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ കൃത്യം ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിശപ്പുണ്ടാവും. ദിവസവും കൃത്യം ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കോളൂ. ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി എന്ന് നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ കിട്ടും. ദിവസവും നിങ്ങളൊരു സീരിയൽ കണ്ടുപഠിച്ചാൽ നിങ്ങൾ അതിനോട് അറ്റാച്ച് ആവും. അതിൽ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ സ്വഭാവവും ആ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കി ആ സ്വഭാവത്തോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകും. എന്നിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ പറയുന്ന ഡയലോഗ് വരെ ചിലപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ആരോടെങ്കിലും പറയാൻ വരെ ഇടവരും. ഇതുകൊണ്ടാണ് നല്ല സംസ്കാരമുള്ള കഥകൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. കുട്ടികളാണേലും വേണ്ടില്ല, കേട്ടിട്ടും കണ്ടിട്ടുമാണല്ലോ ഓരോന്ന് പഠിക്കണത്. അപ്പോൾ നിത്യമായിട്ട് കേൾക്കുന്നത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാച്ച് ചെയ്ത് പറയും. അപ്പൊ ജീവിതത്തിൽ നിത്യവും നിരന്തരമായിട്ട് നമ്മൾ ഏത് സംസ്കാരത്തെ വളർത്തുന്നുവോ അതനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഗതി ആ ജന്മത്തിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു. മാത്രമല്ല അത് അടുത്ത ജന്മത്തിലേക്ക് ഉയർച്ചയിലേക്കോ തൽസ്ഥിതി നിലനിർത്തുന്നതിനോ അധോഗതിയിലേക്കോ കൊണ്ടുപോകുന്നവരാണ്. അപ്പൊ ആസുരി പ്രകൃതിയെ വളർത്തിക്കൊണ്ട് നിരന്തരമായിട്ട് ജീവിതം നയിച്ചാൽ ആസുരി പ്രകൃതിയുടെ ഈ അധോഗതി സ്ഥാവര ജംഗമങ്ങൾ വരെ ആകാമെന്ന് ഉപനിഷത്തിൽ പോലെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആസുരി യോനിയെ പ്രാപിച്ച് മൂഢന്മാർ നിരന്തരം ജന്മം തോറും എന്നെ പ്രാപിക്കാൻ കഴിയാതെ തന്നെ അതിലും അധോഗതിയെ പ്രാപിക്കാൻ ഇടവരാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗുണത്രയം പറഞ്ഞപ്പോഴും പറഞ്ഞു, ഊർധം ഗച്ഛന്തി സത്വസ മധ്യേ തിഷ്ഠന്തി രജസ അതോ ഗച്ഛന്തി താമസ. സത്വഗുണത്തെ വളർത്തിയാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ജ്ഞാനം തേടി ദൈവിക ഗുണത്തിലേക്ക് എത്തും. 26 ഗുണങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ശ്രേഷ്ഠമായിട്ട് ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് അനായാസന ജീവിതം യോഗക്ഷേമമാക്കി മാറ്റാൻ സാധിക്കും. അല്ല, രജോ ഗുണത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് മാനുഷിക സ്വഭാവത്തെ നിലനിർത്തിയാൽ മധ്യേ തിഷ്ഠന്തി, അതായത് മനുഷ്യഗണത്തിൽ തന്നെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. അധോ ഗച്ഛന്തി തമസ, തമോ ഗുണം വർദ്ധിപ്പിച്ചാൽ ആസുരി പ്രകൃതി വർദ്ധിപ്പിച്ച് അധോ ജന്മത്തിലേക്ക് പോകും. അത് സ്ഥാവര ജംഗമ പക്ഷിമൃഗാദികളുടെ യോനികളിലേക്കും ഇല്ലെങ്കിൽ സ്ഥാവര ജംഗമ വസ്തുക്കളായിട്ടും മാറാൻ ഇടവരും എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഭക്തിമാർഗത്തിൽ പോലും ഈ ഗതിവിഗതികൾ സംഭവിക്കുന്നത് ഈ 3 മാർഗങ്ങളെ ഉള്ളൂ. അപ്പൊ ആസുരി ജന്മത്തിൽ മാത്രം ജീവിക്കുന്നവർക്ക് ത്രിവിധം നരകസ്യതും ദ്വാരം നാശനമാത്മന കാമക്രോധ സദാ ലോഭ. ഈ 3നെയും ത്യജിച്ചാൽ തന്നെ ആസുരി ജന്മത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധിക്കും. അതായത് വികാരവിചാരങ്ങളിൽ ഏറ്റവും അപകടമുണ്ടാക്കുന്ന 3 കാര്യങ്ങളാണ് കാമം, ക്രോധം, ലോഭം. ഈ 3നെയും ത്യജിക്കണം, 3നെയും ഉപേക്ഷിക്കണം. അതായത് കാമം, ആഗ്രഹങ്ങളിൽ നിന്ന് പിന്തിരിയണം, എന്നാൽ തന്നെ ക്രോധമില്ലാതിരിക്കും. പിന്നെ എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥയ്ക്കാണ് ലോഭം എന്ന് പറയുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾ, അതായത് ആഗ്രഹങ്ങളെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന സ്വഭാവം നിർത്തണം. അത് നിർത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാതെ വരുമ്പോഴാണ് ക്രോധമുണ്ടാക്കുക. അപ്പൊ ക്രോധവും ഇല്ലാതിരിക്കും. ആഗ്രഹങ്ങളുടെ പിന്നാലെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ മനസ്സ് പോലും പരക്കം പായുന്നത് നിർത്തണം. ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ശരീരം കൊണ്ടോ അതിൻ്റെ പിന്നാലെ പരക്കം പായരുത്. എന്നാൽ തന്നെ ക്രോധമില്ലാതെ വരും. കാരണം ഇത് പരസ്പരം പൂരകങ്ങളായിട്ട് നിൽക്കുന്നതാണ്. കാമം സാധിച്ചില്ലെങ്കിൽ ക്രോധം വരും. ക്രോധം വന്നാലോ, ഇനി ക്രോധം വന്നില്ലെങ്കിൽ തന്നെയോ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അത് ആസക്തിയിലേക്ക് മാറും, ലോഭത്തിലേക്ക് മാറുക. അതായത് എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥ. അപ്പോഴാണ് ഈ അന്യായ മാർഗങ്ങൾ, എത്ര കിട്ടിയാലും പോരാത്തൊരവസ്ഥ, സംതൃപ്തി ഇല്ലാതെ വരുമ്പോഴാണ് അന്യായമായ മാർഗങ്ങൾ സ്വീകരിക്കുക. അപ്പോഴും പ്രശ്നം ഉണ്ടാക്കും, അധോ ജന്മത്തിലേക്ക് പോകും. അപ്പൊ ഈ 3 വാതിലുകൾ നരകത്തിലേക്കുള്ളതാണ്.
അതില്ലാതിരിക്കുന്ന ഒരു മനുഷ്യകുല സംസ്കാരം ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അത് സനാതനമായിരിക്കുന്ന ആ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സിദ്ധ്യോ സമോ ഭൂത്വ യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ എന്നൊക്കെ കർമ്മയോഗത്തിൽ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. അതിന് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ പഠിച്ചിട്ട് അനുസരിക്കണം, അത് തന്നെയാണ് പ്രമാണം എന്നും ഭഗവാൻ പറഞ്ഞു. തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതവും യജ്ഞാത്വ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഹികാർഹസി. അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തൊക്കെയാണെന്ന് നിർണയിക്കുന്നതിൽ ശാസ്ത്രമാണ് അർജുന പ്രമാണം. ആ ശാസ്ത്രവിധികളിൽ പറഞ്ഞിട്ടുള്ളതിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനുസരിക്കണം. അനുഷ്ഠിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് അനുസരിക്കണം. ഇവിടെ ശാസ്ത്രം എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ പറഞ്ഞ ഗീതാശാസ്ത്രം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഈ ശാസ്ത്രത്തെ, ഗീതാശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നവർക്ക് ഈ അധോ ജന്മത്തിലേക്ക് പോകേണ്ടി വരികയില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈശ്വരനിലേക്ക് എത്താനും സാധിക്കും. അതപ്പതിക്കുകയില്ല. അറ്റ്ലീസ്റ്റ് മനുഷ്യ ഗീതാശാസ്ത്രം പഠിച്ചിട്ട് അത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധോ ജന്മത്തിലേക്ക് പോകില്ല, ഉറപ്പാ. അപ്പൊ മനുഷ്യജന്മത്തിൽ തന്നെ ഇതിന്റെ ഗതി വിഗതികളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇനി സ്ത്രീയായിട്ട് ഇനി ജനിച്ച അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ജന്മം കൊണ്ടൊന്നും മനസ്സിലായില്ല, ഇന്ന ആളായിട്ടില്ല, ഇന്ന രീതിയിൽ എനിക്ക് ജനിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ജനിക്കാൻ സാധിക്കും. പുരുഷന്മാർക്ക് സ്ത്രീയായിട്ട് ജനിക്കണമെങ്കിൽ സ്ത്രീയായിട്ട് ജനിക്കാം, സ്ത്രീകൾക്ക് പുരുഷനായിട്ട് ജനിക്കണമെങ്കിൽ പുരുഷനായിട്ട് ജനിക്കാം. അപ്പം മനുഷ്യജന്മത്തിൽ തന്നെ ശരീരമൊക്കെ മാറ്റി പ്രയോഗിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സാധിക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല എന്നർത്ഥം. അതോ ജന്മത്തിലേക്ക് പോകാതിരിക്കാൻ ഈ ശാസ്ത്രത്തെ യഥാവിധി അനുസരിക്കണം. അപ്പൊ ഈ ഒരു മാർഗത്തിലേക്ക് മനുഷ്യ ആസുരി സ്വഭാവത്തോടു കൂടിയുള്ളവരായാലും ഇല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തോടു കൂടി ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കും ഈ ശാസ്ത്രത്തെ അനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ തക്കവണ്ണമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവിക സമ്പത്ത് എങ്ങനെ ആർജിക്കണം എന്നൊക്കെ, അതെങ്ങനെ പരമപദം പദവിയിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതെന്തൊക്കെയാണെന്നും 3 ശ്ലോകത്തിലൂടെ ഭഗവാൻ ഇതിൽ തന്നെ, ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യജന്മം കിട്ടിയവർക്കെല്ലാം, ഈ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും സ്ത്രീയായാലും പുരുഷനായാലും ഏത് ജന്മത്തിലാണെങ്കിലും എല്ലാ മനുഷ്യർക്ക് എല്ലാവർക്കും ഈശ്വരപ്രാപ്തിക്ക് ശ്രേഷ്ഠമായി ശാസ്ത്രത്തെ അനുസരിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം. അപ്പൊ അത് അതപ്പതിപ്പിക്കാതെ സൂക്ഷിക്കണം. അപ്പൊ അർഹത എല്ലാവർക്കും ഉണ്ട് ഈ ഒരു പദവിയിലേക്ക് എത്താൻ. പക്ഷെ അർഹത ഒരിക്കലും യോഗ്യതയല്ല. ആ യോഗ്യത ശാസ്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രം അനുസരിച്ചാൽ മാത്രമേ അതിന്റെ യോഗ്യത നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ യോഗ്യതയിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിന് ശാസ്ത്രത്തെ എങ്ങനെ അനുസരിക്കണം എന്ന് പറയുന്നതാണ് അടുത്ത അധ്യായം ശ്രദ്ധാത്രയം പറയുന്നത്. അപ്പം അതില് നമ്മുടെ ജീവിതഗതി ശാസ്ത്രത്തെ അനുസരിച്ചുകൊണ്ട്, അതായത് ഗീതാശാസ്ത്രത്തെ അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് എന്ന് ഒരു ഗൃഹസ്ഥാശ്രമി തന്നെ ഈ ശ്രദ്ധാത്രയം എന്ന ഭാഗത്തിൽ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം അനായാസേന നയിക്കേണ്ടത് എങ്ങനെയാണ്, അതിലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണെന്ന് പറയുന്നതാണ് അടുത്ത അധ്യായം. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.